എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ കുറഞ്ഞ ചിലവിൽ, അതായത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. ഈ ഒരു ഐസ്ക്രീം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഐസ്ക്രീമിനെക്കാട്ടിലും ഒക്കെ കുറച്ചും കൂടി ഒരു ഹെൽത്തിയും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇതുപോലെ ഒരു 500 ml പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 1/2 ലിറ്റർ അളവിൽ പാല് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ, അതായത് 125 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ ഇതുപോലെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കട്ടകളൊക്കെ ഉണ്ടെങ്കിലൊന്ന് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. നല്ല പോലെ തന്നെ ഇളക്കി ഇതൊന്ന് ചൂടായിട്ട് വരണം കേട്ടോ ഈ ഒരു പാല്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി പാലൊന്ന് ചൂടായിട്ട് ഇതുപോലെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ വീറ്റ് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ 3 പീസ് വീറ്റ് ബ്രെഡാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു വീറ്റ് ബ്രെഡിന് പകരം നിങ്ങൾക്ക് മൈദ വെച്ചിട്ടുള്ള ഒരു വൈറ്റ് ബ്രെഡ് ഇല്ലേ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീറ്റിൻ്റെ ഈ ഒരു ബ്രെഡ് എടുത്തതേ ഉള്ളൂ. ഈ ഒരു ബ്രെഡ് കട്ട് ചെയ്യുന്ന വേണ്ട, ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കാഷ്യൂനട്ട് ആണ് കേട്ടോ. ഞാനൊരു 10 കാഷ്യൂനട്ട് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു കാഷ്യൂനട്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ആ ഒരു ബ്രെഡ് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുതിരണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ബ്രെഡൊക്കെ ഒന്ന് കുതിർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഈ ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഈ ഒരു ശർക്കരയില്ലേ, ഒരു ഗോൾഡൻ കളറുള്ള ആ ഒരു കറുത്തിട്ടുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ശർക്കരയില്ലേ, അത് നമ്മൾ ഇതിലേക്ക് എടുക്കുകയും ചെയ്യരുത്. അപ്പം ശർക്കരയുടെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കും. ഈ ഒരു ശർക്കര ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ടേസ്റ്റ് അങ്ങ് ബാലൻസ് ആയി പൊക്കോളൂ. നമുക്ക് ഒരു ശർക്കര വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഐസ്ക്രീം ആണെന്ന് തോന്നത്തുമില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ശർക്കര ആണെങ്കിൽ മാത്രമേ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ കല്ലുകളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു സമയത്ത് ചേർക്കുകയും ചെയ്യരുത്. ഇതിൻ്റെ ഒരു ചൂടൊക്കെ നന്നായി കുറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ശർക്കര ചൂടാക്കിയിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കരുത്. നല്ല കട്ടിയായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമയം പോലത്തെ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്കിത് അത്ര റെഡിയായി കിട്ടില്ല. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂടൊന്ന് ആറി വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു ചോറ്റു പാത്രത്തിലാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെതറിയൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പാത്രത്തിൻ്റെ ഒരു മുടി കൊണ്ട് തന്നെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് വെച്ച് നല്ല പോലെ തന്നെ സെറ്റായതിനു ശേഷം ഞാൻ ഈ ഒരു ഐസ്ക്രീമിങ് എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിന് കിട്ടും കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ഐസ്ക്രീമിൽ നിന്നും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റേത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാർക്ക് കളർ ശർക്കര എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ ഒരു കുത്തലുണ്ടാവും. ഇതാകുമ്പോൾ കറക്റ്റ് ഒരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.